അസ്സലാമലൈക്കും. വീണ്ടും ഇൽമുല്ലാദിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞ പോലെ അഖ്ലാഖിലെ ബാക്കി 5 മുതൽ 1 വരെയുള്ള പാഠങ്ങൾ ചെയ്യാൻ പോവാണ്. അഞ്ചാമത്തെ പാഠം. അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ആർക്ക്? ക്ഷമിക്കുന്നവർക്ക്. ശരീരം മടുക്കുന്നു എന്തിന്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏത്? അതിനാൽ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം. 4-ാം പാഠം. കേട്ടതെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? കേട്ടതെല്ലാം പറയുന്നത് ശരിയല്ല, അതിൽ കളവ് വന്ന് ചേരുന്നുണ്ട്. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? നാവ്. അടുത്ത പാഠം 3-ാം പാഠം. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നത് ആര്? മനസ്സ്. ഖൽബിനെ സംബന്ധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിക്കും. അറിയുക, അതാണ് ഖൽബ്. അടുത്ത പാഠം 2-ാം പാഠം. ഇഖ്ലാസ് എന്നാൽ എന്ത്? അമൽ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അള്ളാഹു സ്വീകരിക്കാത്ത അമൽ ഏത്? അങ്ങനെയല്ലാത്ത ഇഖ്ലാസ് അല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല. ഒരു അമല് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത്. അടുത്തത് 1-ാം പാഠം. സൽ സ്വഭാവം എന്നാൽ എന്ത്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസിക അവസ്ഥയാണ് സൽ സ്വഭാവം. ഇത് മെയിനായിട്ട് വരും കേട്ടോ. അടുത്തത്. ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നീയും സൽ സ്വഭാവയാവണം, അതിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം. അടുത്തത്. നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്തിന്? മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ഇതോടുകൂടി നമ്മുടെ പാഠങ്ങൾ റിവൈസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.